ജോമാറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ കാണുന്നത് സൈക്കോളജി എന്ന വേർഡ് എങ്ങനെയാണ് ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് സൈക്കോളജി. ഗ്രീക്ക് ടെർമിനോളജിയാണ്. അപ്പോൾ ഇറ്റ് കംസ് ഫ്രം വേർഡ് ഗ്രീക്ക് വേർഡിൽ സൈക്കെ എന്ന് പറഞ്ഞാൽ മൈൻഡ്, പിന്നെ ലോഗോസ് എന്ന് പറഞ്ഞാൽ നോളജ് അല്ലെങ്കിൽ സ്റ്റഡി. അപ്പോൾ എന്താണ് സ്റ്റഡി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് സോൾ. ഇതാണ് സൈക്കോളജിയുടെ ടെർമിനോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് സോൾ, സൈക്കെ, ലോഗോസ്, സ്റ്റഡി ഓഫ് മൈൻഡ് ഓർ സോൾ. ഓക്കെ, ഇനി സൈക്കോളജി എമർജ് ആസ് ഇൻഡിപെൻഡന്റ് അക്കാഡമി ഓർ ഡിസിപ്ലിൻ ആയിട്ട് എന്നാണ് വന്നത്. സ്വതന്ത്രമായിട്ട് സൈക്കോളജി തുടങ്ങിയത് അല്ലെങ്കിൽ ഉത്ഭവിച്ച ആ ഒരു ഡിസിപ്ലിൻ ആയിട്ട് വന്നിരിക്കുന്നത് എന്നാണ് 1897 ജർമ്മൻ പ്രൊഫസർ വില്യം വൂണ്ട്. ഹി ഈസ് ദ ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗ്, ജർമ്മനി. അപ്പം വില്യം വൂണ്ടാണ് ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം 1879 യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗ്, ജർമ്മനിയിൽ അദ്ദേഹമാണ് ഒരു ലബോറട്ടറി സൈക്കോളജി എക്സ്പെരിമെൻ്റ് വേണ്ടി തുടങ്ങി വെച്ചു. ഇതൊരിക്കലും മറക്കരുത്, എഴുതി വെക്കുക, പഠിക്കുക. കാരണം ഫാദർ ഓഫ് സൈക്കോളജി ആരാണ്? വില്യം വൂണ്ട്. 1879 എവിടെ വെച്ചാണ്? ലൈപ്സിഗ് ഇൻ ജർമ്മനി. അദ്ദേഹമാണ് ഹി ഷോഡ് ദ സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റ് ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ ശാസ്ത്രീയപരമായ കണ്ടുപിടുത്തങ്ങളെല്ലാം അദ്ദേഹമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ഓർത്തിരിക്കുക, അത്ര മതി. ഇനി നമ്മൾ കാണുന്നത് സൈക്കോളജി ആസ് എ സയൻസ് കാണുകയാണ്. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഓർക്കുക, ഇതൊക്കെ പഠിക്കും, പഴയതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. സയൻസ് എന്ന് പറഞ്ഞാൽ പ്രൂവൺ ആണ്, നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കൊന്ന് വളരെ എളുപ്പത്തിലൊന്ന് കണ്ടുപിടിക്കാം, നോക്കാം. അപ്പോൾ നമ്മൾ സയൻസ് എന്ന് പറയുമ്പോഴത്തേനും എന്താ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് കണ്ടുപിടിക്കുന്ന കാര്യം. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം? ഒരു കാര്യം കണ്ടുപിടിക്കുന്ന ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് എന്താ? നമ്മളൊരു ഡാറ്റ ഒബ്സർവ് ചെയ്യണം, അല്ലേ? ഫസ്റ്റ് ഒരു ഒബ്സർവേഷൻ ഓഫ് ഡാറ്റ. ഇനി ആ ഒരു ഡാറ്റ കണ്ടുപിടിച്ചെങ്കിൽ മനസ്സിലേക്ക് വന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരും. ഇതന്നെ അങ്ങനെ ശരിയാകും, ഇതിങ്ങനെ ശരിയാകുമോ, അത് അങ്ങനെ ശരിയാകുമോ? അപ്പോൾ സെക്കൻഡാണ് ക്വസ്റ്റ്യൻ ഇൻ അവർ മൈൻഡ്. പിന്നെന്ത് ചെയ്യും? അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു ഊഹത്തിലേക്ക്, ഒരു ഹൈപ്പോത്തസിസിലേക്ക് എത്തുക. തേർഡ് വണ്ണാണ് അനലൈസ് ആൻഡ് മേക്ക് എ ഹൈപ്പോത്തസിസ്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യും. ആ ഒരു ഏകദേശം ഐഡിയ കിട്ടി, പിന്നെ നമ്മളെക്കുറിച്ച് അതിനെ എക്സ്പെരിമെൻ്റ് ചെയ്യും, അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ച് ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തും. അപ്പം ഇതാണ് ഒരു സയൻസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് തന്നെ പറയുന്നത്. അപ്പം എന്താണ് ഇനി ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്ന സയൻസിൻ്റെ? സയൻസ് ഇൻ ആൻ അപ്രോച്ച് ടു നോളജ് ബേസ്ഡ് ഓൺ എ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ഒരു സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ഒരു അറിവിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഇങ്ങനെ വലിയ ലെവറായിട്ടൊന്നും പോകണ്ട. കാരണം സൈക്കോളജി പഠിക്കുന്നത്, പക്ഷെ നമ്മളിതൊന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു 3-4 പോയിന്റ് ഇത്രയേ ഉള്ളൂ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ് എന്ന് പറയുമ്പോഴത്തേനും എംപിരിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോൺ ആസ് എവിഡൻസ് ബേസ്ഡ് ഒബ്സർവേഷൻ. അത്രയും ഓർത്തിരിക്കുക. എവിഡൻസ് ബേസ്ഡ് ഒബ്സർവേഷൻ ആണ് നമ്മൾ ചെയ്ത്, അതിനാണ് എംപിരിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. അതിനൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ദർ വിൽ ബി എ പ്രാക്ടിക്കൽ ഓർഡർ ആൻഡ് മസ്റ്റ് ടു ഫോളോ. നമ്മളൊരു അത് ചെയ്യണം. ഒരു സിസ്റ്റമാറ്റിക്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഡാറ്റ ഒബ്സർവ് ചെയ്തു, ക്വസ്റ്റ്യൻ ഒരു മനസ്സിലേക്ക് ഇതെന്താന്ന് വന്നു, അനലൈസ് ചെയ്തു, എക്സ്പെരിമെൻ്റ് ചെയ്തു, റിസൾട്ട്. അതാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. അടുത്തൊരു മെഷർമെൻ്റ് ഉണ്ട്, അല്ലേ? എല്ലാത്തിനും അതിൻ്റേതായ രീതിയുണ്ട്. അതാണ്, അത്രയും എഴുതുക, അത് മതി. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കണ്ടത്. ഇത് ഇത്രയും ഓർത്തിരുന്ന് എഴുതുക. അപ്പോൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഈ ഫസ്റ്റ് യൂണിറ്റിൽ എന്താ കണ്ടേ? ആദ്യമേ നമ്മൾ കണ്ടത് സൈക്കോളജിയുടെ ഡെഫിനിഷൻസ് കണ്ടു, അല്ലേ? അവിടെ എന്തൊക്കെയുണ്ടായിരുന്നു? എയർലി ഡെഫിനിഷനും ഉണ്ട്, കറണ്ട് ഡെഫിനിഷനും ഉണ്ട്. ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കണോ? എയർലി എന്ന് പറയുമ്പം സോള്, മൈൻഡ്, കോൺഷ്യസ്നസ്. ഫൈനൽ വന്നപ്പോഴത്തേനും എന്ത് വന്നു? ഡെഫിനിഷൻ വന്നു, സൈക്കോളജി സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. പിന്നെ നമ്മൾ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ, ഒരു 9 പോയിന്റ് ഓർക്കുന്നില്ലേ? അത് എഴുതുക. പിന്നെ ഇപ്പോൾ ഫൈനലി വരുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് എന്താണ്?
ഹിസ്റ്ററി ഓഫ് സൈക്കോളജി അല്ലേ, ഗ്രീക്ക് വേർഡ് സൈക്കോ ആൻഡ് ലോഗോസ്, എന്താണ് സ്റ്റഡി ഓഫ് മൈൻഡ് ഓർ സോള്. പിന്നെ കണ്ടു വില്യം വുഡാണ് 1879, ഹീസ് ദ ഫാദർ ഓഫ് സൈക്കോളജി. എവിടെ വെച്ചാണ്? ലെയ്പ്സിഗ് യൂണിവേഴ്സിറ്റിയിൽ ജർമ്മനിയിൽ വെച്ച് ഹി എക്സ്പെരിമെൻ്റൽ ലബോറട്ടറി തുടങ്ങി. പിന്നെ കണ്ടെന്താണ്? സൈക്കോളജി എസ് എ സയൻസ്, അത് കണ്ടു. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് 3 ഏതൊക്കെയാണ്? എംപിരിക്കൽ ഒബ്സർവേഷൻ, സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് മെഷർമെൻറ്റ്. ഇത്രയുമാണ് നമ്മൾ യൂണിറ്റ് 1 കണ്ടത്. ഇനി അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് 3-4 ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്കസ് ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് സൈക്കോളജി. ശരിക്കും ഇത് യൂണിറ്റ് 1 പഠിച്ചാൽ എക്സാമിന് നമ്മൾ ഫേസ് ചെയ്യുന്ന, കാരണം ഇത് മിക്കപ്പോഴും ആവർത്തിച്ച് വരുന്ന ഫൈനൽ എക്സാമിന് ഇടുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഇത്ര മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എന്താണ് ഒറിജിൻ? നമ്മൾ കണ്ട കാര്യങ്ങളില്ലേ, നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണ്? ഒരു ഫിലിമിൻ്റെ ആ കാര്യം വെച്ചിട്ട് തന്നെയാണ്. എന്നെ കണ്ട വല്ല കുഴപ്പമുണ്ടോ? അതൊക്കെ ഓർത്തിരിക്കുക. അതൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ എഴുതി വെക്കുക. അപ്പോൾ ഒറിജിൻ എന്താണ്? ഒറിജിനിൽ വന്നപ്പോഴത്തേനും എന്താണ്? സൈക്കോളജി സ്റ്റഡി ഓഫ് സയൻസ് ഓഫ് സോൾ വന്നു. പിന്നെ മൈൻഡ്, കോൺഷ്യസ്, ഇതാണ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് സൈക്കോളജിയിൽ. അത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. പിന്നെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ. ഈ ബിഹേവിയറിൽ എങ്ങനെ വന്നു? ആ ഡെഫിനേഷൻ എന്താണ്? സ്റ്റഡി സൈക്കോളജി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. ആ ബിഹേവിയർ അവിടെ വന്നത് കാരണമാണ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ നമ്മൾ പഠിക്കേണ്ടി വന്നേ. ആ 9 കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുക. ഇനി അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജി. നമ്മൾ ആ സയൻസിനെ കുറിച്ച് കണ്ടില്ലേ, അതാണ് അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ, അത് പഠിച്ചെഴുതുക. പിന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്. എന്താ 3 കാര്യങ്ങൾ? എംപിരിക്കൽ, സിസ്റ്റമാറ്റിക് ആൻഡ് മെഷർമെൻറ്റ്. അപ്പം വളരെ നല്ല രീതിയിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.